രാഹുലെ, കേരളത്തിലെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഏത് പ്രൊഫൈൽ പിക്ചർ എടുക്കുമ്പോഴും അവരുടെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡല പര്യടനത്തിൻ്റെ പിക്ചറുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുക്കുമ്പോൾ അതിലെല്ലാം ഷാഫി നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഷാഫി ഉള്ള ചിത്രങ്ങൾ മാത്രമാണ്. എന്ത് തോന്നുന്നു? എന്താ എൻ്റെ കാരണം? എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പറമ്പിൽ, അതായത് 140 മണ്ഡലങ്ങളുണ്ടെങ്കിൽ 140 മണ്ഡലങ്ങളിലും പ്രകടനം നടത്തിയ ഏത് നേതാവുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഷാഫി പറമ്പിൽ മാത്രമേ കാണൂ. വി ഡി സതീശന് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാണ്. എനിക്കൊന്നു ആദ്യ സമയത്ത് തന്നെ ഏറ്റവും കൂടുതലും ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് CPM സൈബർ ഹാൻഡിലുകളായിരുന്നു. നിങ്ങൾക്ക് ആരുണ്ട് പ്രചരണത്തിന്? നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും മത്സരിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, ഇവരെല്ലാം മത്സരിക്കുകയാണ്. ഞങ്ങൾ കടുത്ത മത്സരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആരെ കൊണ്ടുവന്ന് പ്രചരണം നടത്തുമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്ന് പ്രചരണം നടത്തുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലായിരിക്കും. ഞാൻ തന്നെ അതിശയിച്ചു. ഇന്ന് രാവിലെ ഞാൻ കുറേയേറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. ഇതിലെല്ലാം പറയുന്ന കാര്യം സത്യമാണ്. ഇന്ന് ഷാഫി പറമ്പിൽ പത്തനാപുരത്തുണ്ട്, കൊട്ടാരക്കരയിലുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അവിടെ 5 or 6 മണ്ഡലങ്ങളുണ്ട്, 6-7 മണ്ഡലങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് 10-20 മണ്ഡലങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൊല്ലം ജില്ലയിലാണെങ്കിൽ നാളെ തിരുവനന്തപുരത്ത്, അങ്ങനെ ഓരോ ദിവസവും ഓരോ ജില്ലകളും കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് തുടങ്ങിയതാണ്, ഇന്ന് കൊല്ലത്തുണ്ട്. അല്ല, വടക്കൻ മലബാർ മേഖല അത് നമ്മൾ പറഞ്ഞല്ലോ, കോഴിക്കോടൊക്കെ അദ്ദേഹത്തിന്റെ മണ്ഡലം. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഷാഫി പറമ്പിൽ വരുന്നിടത്തെല്ലാം ആള് കൂടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. ഞാനിന്ന് പത്തനാപുരത്തുള്ള ആളുകളെ പ്രൊഫൈൽ എടുത്തു നോക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആളും ആരവുമാണ് ഷാഫി പറമ്പിൽ വന്ന സാഹചര്യത്തിൽ ഉണ്ടായത്. എന്താണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിനെ ഇമ്പാക്ട് ചെയ്യും. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ച ഒരു ഭൂരിപക്ഷം നമ്മൾ കണ്ടതാണ്. 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്റ്റാർ കാൻഡിഡേറ്റ് അല്ല, അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഷാഫി പറമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ പാലക്കാട് തന്നെ പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പോലും പിഷാരടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും മത്സരിക്കുന്നത് എനിക്ക് മുന്നേ മത്സരിച്ചു പോയ പഴയ ഷാഫി പറമ്പിനെ ആണ്, ആ ഷാഫി പറമ്പിനെതിരെയാണ്. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ ഇപ്പോഴും UDFന്റെ നേതാക്കന്മാർ വോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വോട്ട് ചോദിക്കുന്ന ഒരാളായിട്ട് ഷാഫി പറമ്പിൽ മാറും. ഷാഫിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഷാഫിയാണ് ചോദിക്കുന്നത്. ഷാഫി പറമ്പിൽ വരുന്ന ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വരുമ്പോൾ ഇത്രയേറെ ആളുകൾ വരുന്നത്, ഇത്രയേറെ ജനം കൂടുന്നത്? അതിന് മാത്രം എന്താണ് ഷാഫി പറമ്പിൽ ഒരു പൊളൈറ്റ്നെസ് ആണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഷാഫി അങ്ങോട്ട് ഡൗൺ ടു എർത്ത് ആണ്, അങ്ങോട്ട് ചെല്ലുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പോകുന്ന ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറുന്നു. സ്വാഭാവികമായിട്ടും വോട്ട് ചോദിച്ചു പോകുമ്പോൾ സമയമുള്ള ഏതൊരാൾക്കും പോകാം, അല്ലെങ്കിൽ അത്രയേറെ എഫേർട്ട് ഇടണം. ഒരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് പോകണമെങ്കിൽ അത്രയേറെ എഫേർട്ട് ഇടണം, അത്ര സമയം മാനേജ്മെന്റ് ചെയ്യണം. ക്ഷീണം, സ്വാഭാവികമായിട്ടും കടുത്ത ചൂടാണ്. ഈ കടുത്ത ചൂടിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ക്ഷീണങ്ങൾ ഉണ്ടാവും. കിലോമീറ്റർ നടക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കുണ്ടറയിലെ BJP സ്ഥാനാർത്ഥിയുള്ള റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹം ചൂട് കൊണ്ട് അസ്വസ്ഥനായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചൂട് കാരണം പ്രചരണം നടത്തുന്ന പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവിടെ എല്ലാം വ്യത്യസ്തമായിട്ട് ഷാഫി പറമ്പിൽ എങ്ങനെ സാധിക്കുന്നെന്നാ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഓരോ ദിവസവും ഓരോ ജില്ലകൾ മാറി പോവുകയാണ്, ഓരോ മണ്ഡലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം ചെന്നു കഴിഞ്ഞാലോ ഷാഫി പറമ്പിലിനെ കാണാൻ വേണ്ടി ആയിരങ്ങളാണ്. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ, കൊച്ചുകുട്ടികൾ ഷാഫിക്ക എന്ന് വിളിച്ച് ഓടിച്ചെല്ലുക. സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഇപ്പൊ പരിഗണന കിട്ടുന്നത് ഷാഫി പറമ്പിലാണ്. ഒന്നാമത് പക്ഷേ അത് ഈ ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് ഈ CPMന് ആ പേരാമ്പ്ര സംഭവം നമ്മൾ എടുത്തു നോക്കിയാൽ അത് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. കാര്യം അവർ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പര്യടനമൊക്കെ അവർ വല്ലാതെ ഇവർക്ക് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഷാഫി പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു MLA
മന്ത്രിയാക്കേണ്ട ഒരു അല്ല, വ്യക്തിയാണ്. ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ ഷാഫി മാറും ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിയായിട്ടിരിക്കേണ്ട ഒരാളാണ്. അതെ അതെ. അല്ല, അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ AICC അത് തീരുമാനിച്ച കാര്യം എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കാത്തത്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കിയേനെ. പക്ഷെ എന്തുകൊണ്ടും ഷാഫി പറമ്പിൽ ഞാൻ എപ്പോഴും അതിശയത്തോടെ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മാധ്യമപ്രവർത്തനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, മാധ്യമപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പോലും ഷാഫി പറമ്പിലിനെ അത്രയേറെ ഇഷ്ടമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ഇഷ്ടമാണ് രാഹുലെ. അല്ല, ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ റോഡിലൂടെയൊക്കെ ഈ JCB പോകത്തില്ലേ, JCB ഒക്കെ പോകുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ വന്ന് നോക്കത്തില്ലേ, അതേപോലെയാണ് ഷാഫി പറമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആളുകളൊക്കെ അത്ഭുതത്തോടെ വന്ന് നോക്കുന്നത്. ഇത്രയും മാത്രം ആള് കൂടാൻ ആരാണ് ഷാഫി പറമ്പിൽ? കേരളത്തിന്റെ ഒരു MP, കോൺഗ്രസിന്റെ ഒരു നേതാവ്. അതുണ്ടായത് എങ്ങനെയെന്നറിയാം. അത് ഈ പാലക്കാട് നിന്ന് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കിട്ടി. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴത്തേക്ക് അതിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണ്, അദ്ദേഹത്തിന് അവരോടുള്ള സ്നേഹം. അവർക്ക് തിരിച്ചും പാലക്കാടേക്ക് ഷാഫി പറമ്പിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ചേർന്നതിന്റെ സ്വന്തം നാട്. പക്ഷെ അത് നമ്മൾ ആലോചിക്കുമ്പോഴേ പാലക്കാട് നിന്ന് അദ്ദേഹം വടകരയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരെക്കാളും അദ്ദേഹത്തിനോട് സ്നേഹം മലബാർ മേഖലയിലുള്ളവർക്ക്. അത് ആരുടെ മനസ്സിൽ തോന്നി, ആരാണോ ആ സർജിക്കൽ സ്ട്രൈക്ക് അത് കണ്ടെത്തിയത്, ആരായിരുന്നാലും വടകരയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന എതിർ രാഷ്ട്രീയത്തിലുള്ളവർക്ക് അത്ര കണ്ട്, പ്രത്യേകിച്ച് CPM അതുകൊണ്ടാണ് ഈ കണ്ട കഥയെല്ലാം ഈ സംഭവം കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്നുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലിനെ. അതുപോലെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പാലക്കാടാണെങ്കിൽ പോലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. അത്ര കണ്ട ഒരു എങ്ങനെ, അതായത് 2 ടേം മുമ്പിട്ട് മത്സരിച്ചു പോയ ഒരാളാണ്. ആ മത്സരിച്ചു പോയ ആൾക്കെതിരെ ഇപ്പോഴും അവിടെ പ്രചരണം നടത്തേണ്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികളായിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന ഒരേ ഒരു നേതാവ് ഷാഫി പറമ്പിൽ മാത്രമാണ് ഞാൻ നോക്കിയിട്ട്. കാരണം അത്രയേറെ തീർച്ചയായിട്ടും ഉണ്ടാകും രാഹുലെ, തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വരുന്ന ഒരു മണ്ഡലത്തിൽ മിനിമം ഒരു 2000 വോട്ടെങ്കിലും മറിയും ഷാഫി പറമ്പിൽ. അത് ഈ നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് കിട്ടുന്ന സീറ്റ് വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ കോൺഗ്രസിന് കോഴിക്കോട് എത്ര സീറ്റ് ഉണ്ടായിരുന്നു, അതിലെ സീറ്റ്, അവിടെ ഉണ്ടാകുന്ന സീറ്റ് വർധനവ്. അവിടെ നിന്ന് ബാക്കി എവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സമയം ഷാഫി ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഷാഫി മത്സരിക്കേണ്ട അതൊരു തീരുമാനം വന്നത്. ഇതുപോലെ എല്ലായിടത്തും ഷാഫി എത്തണം. ഷാഫിയെ കൊണ്ട് ഈ പറയുന്ന ജനങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഷാഫി പറമ്പിലിന് മാത്രമേ അത് പറ്റൂ ഞാൻ നോക്കിയിട്ട്. അതായത് ജനങ്ങളെ ഇത്രത്തോളം സ്വാധീനിക്കുന്ന മറ്റൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ഈ സമയത്ത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കണ്ടെത്തൽ ഒട്ടും മോശമായില്ലെന്ന് തന്നെ പറയാം. അതെ.